വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോവാം. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്നാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? നമുക്കറിയാം, നമ്മൾ അബ്കാരി ആക്ട് പ്രകാരം മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് 23 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചേക്കുവാണ് അബ്കാരി ആക്ട് പ്രകാരം. അപ്പൊ നമുക്ക് ഇതിനുള്ള ശിക്ഷ എന്താണ്? ശിക്ഷ എന്ന് പറഞ്ഞത് എന്താണ്? 5000 രൂപ വരെ പിഴയോ 2 വർഷം വരെ തടവോ ഇത് രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A എന്ന് പറയുന്നത് പഠിച്ചു വെക്കണം. അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A എന്ന് പറയുന്നത് 23 വയസ്സിൽ താഴെയുള്ള മദ്യത്തിനുള്ള ഉപയോഗം 23 വയസ്സിൽ താഴെയുള്ളവരുടെ മദ്യ ഉപയോഗം നിരോധിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 15B, അബ്കാരി ആക്ട് സെക്ഷൻ 15B പ്രകാരം പറയുന്നത് 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽപ്പന ചെയ്യുന്നതും വിൽക്കുന്നതിനും ഒക്കെയുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15B പ്രകാരമാണ് അതിന്റെ ശിക്ഷ പറയുന്നത് 5000 രൂപ വരെ പിഴയോ 2 വർഷം വരെ തടവോ ഇത് രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കുക. 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം വിൽക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 5000 രൂപ വരെ പിഴയോ 2 വർഷം വരെ തടവോ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 15B ആണ്. അബ്കാരി ആക്ട് സെക്ഷൻ 15B ആണ്. എന്താണ്? 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുന്നതിനുള്ള ആ ഒരു നിരോധനം ഏർപ്പെടുത്തിയ സെക്ഷൻ കേട്ടോ. പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ ഏതെന്നാണ്. സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. റെഡ്യൂസിങ് ആണ്. പഠിച്ചു നോക്കുക. സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് നമ്മൾ പറഞ്ഞതാണ്. ലഘൂകരിക്കൽ എന്നാണ് അതിന്റെ മലയാളം. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കൽ എന്നാണ്. അതായത് നമ്മൾ സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നു കേട്ടോ. അതാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത്, അഥവാ ലഘൂകരിക്കൽ എന്ന് മലയാളത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആവശ്യമായ അളവിൽ ജലം ചേർത്ത ശേഷം ഈ മിശ്രിതം നന്നായി യോജിപ്പിക്കുകയും കുറച്ചു നേരം നിശ്ചലാവസ്ഥയിൽ വെച്ചിരിക്കും. അതിനുശേഷം അളവ് തിട്ടപ്പെടുത്തുകയും വേണമെന്നാണ് ഈ റെഡ്യൂസിങ് പ്രകാരം ചെയ്യേണ്ടത്. അപ്പൊ റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘൂകരിക്കൽ അഥവാ സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നത്, അഥവാ സംയോജിപ്പിക്കുന്നതിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ളതോടെ നോക്കിപ്പോ. ബ്ലെൻഡിങ് എന്താണ്? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ കലർത്തലാണ് കേട്ടോ. ബ്ലെൻഡിങ് കലർത്തല. അതായത് ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ 2 തരം സ്പിരിറ്റിനെ ചേർക്കുന്നതാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ബ്ലെൻഡിങ് അഥവാ കലർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ 2 തരം സ്പിരിറ്റിനെ ചേർക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അടുത്തത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ് കേട്ടോ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ. അതായത് ഇന്ത്യൻ നിർമ്മിതമോ അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ, അതായത് IMF-ലോ FMF-ലോ ആയത്, അതായത് ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്. നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഓരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേസസിൽ ഡിസ്റ്റിലറി കേസസ് പറയുന്നത് ഇന്ത്യൻ നിർമ്മിതമോ അല്ലെങ്കിൽ വിദേശ നിർമ്മിതമായിട്ടുള്ള സ്പിരിറ്റിൽ കൃത്രിമമായിട്ട് ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനെയാണ് ഇവിടെ കോമ്പൗണ്ടിങ് അഥവാ കൂട്ടിച്ചേർക്കൽ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തൽ എന്നാണ് അർത്ഥം. ബലപ്പെടുത്തൽ എന്നാണ് എന്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഗാഢ സ്പിരിറ്റിന്റെ ഡ്യൂട്ടി, നമ്മളൊരു ഗാഢ സ്പിരിറ്റ്, ഒരു നേർത്ത സ്പിരിറ്റിനെ ബലപ്പെടുത്താൻ ചേർക്കുന്ന ഗാഢ സ്പിരിറ്റിനെ ആണ് എന്താണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് ബലമില്ലാത്ത ഒരു നേർത്ത സ്പിരിറ്റിനെ ബലപ്പെടുത്താൻ വേണ്ടി ചേർക്കുന്ന ഗാഢ സ്പിരിറ്റിനെ നടത്തുന്ന പ്രോസസ്സിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ENA ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം ഏതാണ്? അപ്പൊ ഈ ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ
ആൽക്കഹോൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENA എന്ന് പറയുന്നത്. അപ്പം ENA ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം. അപ്പൊ ENA ഇറക്കുമതിക്കുള്ള, അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതിക്ക് വേണ്ടുന്ന ആ ലൈസൻസ് സമർപ്പിക്കേണ്ടുന്ന ഫോറം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോറം 4A ആണ് കേട്ടോ. ഫോറം 4A ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ഫോറം 4A ആണ്. അപ്പൊ ENA അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കേണ്ടത് ഫോറം ഏതാണ്? ഫോറം 4A ആണ് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഞാൻ പറയാം. അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന നിലവിലെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എത്രയാണ്? 10,000 രൂപയാണ് കേട്ടോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള നിലവിലെ ഫീസ് എത്രയാണ്? 10,000 രൂപയാണ് കേട്ടോ. 10,000 രൂപയാണ്. ഈ ഫീസ് അടച്ചതിന് ശേഷമാണ് ഇറക്കുമതി ചെയ്യേണ്ട ലൈസൻസിന് അനുവദിക്കേണ്ടതാകുന്നു കേട്ടോ. അതുപോലെ തന്നെ ENA ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ടുന്ന ഫോറമാണ് ഫോറം 4A ആണ് കേട്ടോ. അതുപോലെ തന്നെ ENA അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ടുന്ന ഫോറത്തിന്റെ കാലാവധി എത്രയാണെന്നാണ്. അതോടെ ഒന്ന് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. 1 വർഷത്തിൽ കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ENA അഥവാ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ടുന്ന ഫോറത്തിന്റെ കാലാവധി എത്രയാണ്? 1 വർഷത്തിൽ കൂടാൻ പാടില്ല. 1 വർഷത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഫോറം 4A കാലാവധി എത്രയാണ്? 1 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കെമിക്കൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്, നമുക്ക് നോക്കാം. മീഥൈൽ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം ഏതാണെന്നാണ്. അപ്പൊ മീഥൈൽ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം ഏതാണ് മീഥൈൽ രാസസൂത്രവാക്യം ആണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. CH3OH ആണ് കേട്ടോ. CH3OH ആണ് മീഥൈൽ ആൽക്കഹോളിന്റെ രാസസൂത്രവാക്യം. മീഥൈൽ ആൽക്കഹോളിന്റെ സൂത്രവാക്യം ഏതാണ്? CH3OH ആണ് കേട്ടോ. CH3OH ആണ്. അപ്പൊ ഇതേ കണക്ട് ചെയ്ത് തന്നെ ഈഥൈൽ ആൽക്കഹോളിന്റെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഈഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ C2H5OH ആണ് കേട്ടോ. C2H5OH ആണ്. C2H5OH ആണ് ഈഥൈൽ ആൽക്കഹോളിനെയാണ്. ഇത് മീഥൈലാണ്. അപ്പൊ CH3OH മീഥൈൽ ആൽക്കഹോളിന്റെ സൂത്രവാക്യവും അതുപോലെ തന്നെ C2H5OH ഈഥൈൽ ആൽക്കഹോളിന്റെ സൂത്രവാക്യവും ആകുന്നു കേട്ടോ. ക്ലിയർ ആണ്? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ സംസ്ഥാനത്തെ ബാറുകളിലും എക്സൈസ് ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ബാർകോഡ് ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി, ഓപ്പറേഷൻ ബാർകോഡ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്തിടെ നടന്ന റീസെന്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണ്. അപ്പൊ എന്താണ്? അടുത്തിടെ സംസ്ഥാനത്തെ ബാറുകളിലും എക്സൈസ് ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ബാർകോഡ്. ആ ബാർ ഉണ്ടല്ലോ, ബാർ വെച്ച് കണക്ട് ചെയ്യാലോ. അപ്പൊ ഓപ്പറേഷൻ ബാർകോഡ്. അടുത്ത പോയിന്റ് നോക്കാം. മൊളാസസ് ഡിസ്റ്റിലറികളിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്താണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, നീലയാണ് കേട്ടോ. അപ്പൊ മൊളാസസ് ഡിസ്റ്റിലറികളിൽ കടത്തിവിടുന്ന പൈപ്പുകളിലെ നിറം എന്താണ്? നീലയാണ് കേട്ടോ. നീലയാണ്. അതുപോലെ തന്നെ മൊളാസസിന്റെ നിറം എന്താണ്? കടുംതവിട്ടാണ് മൊളാസസിന്റെ നിറമായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരമാണ്. അപ്പൊ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. 1984 കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ രൂപീകരിച്ചത് കേട്ടോ. 1984 നിലവിൽ വന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന FMFLന്റെ അളവ് എത്രയാണ്? അപ്പൊ എന്താണ്? ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന FMFLന്റെ അളവ് എത്രയാണ്? ആദ്യം തന്നെ നമ്മൾ അറിയണം FMFL എന്താണ്? വിദേശ നിർമ്മിത വിദേശമദ്യമാണ് FMFL എന്ന് പറയുന്നത്. അഥവാ ഫോറിൻ ലിക്വറിനെയാണ് FMFL എന്ന് പറയുന്നത്. വിദേശ നിർമ്മിത വിദേശമദ്യമാണ്. വിദേശ നിർമ്മിത വിദേശമദ്യം നമുക്ക് ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന അളവ് എത്രയാണ്? 2.5 ലിറ്റർ ആണ് കേട്ടോ. 2.5 ലിറ്റർ ആണ്. 2.5 ലിറ്റർ ആണ്. അപ്പോൾ വിദേശ
വിദേശ നിർമ്മിത വിദേശ മദ്യം അഥവാ FMFL കൈവശം വെക്കാൻ കഴിയുന്ന അളവ് എത്രയാണ്? 2.5 ലിറ്റർ. 2.5 ലിറ്റർ. അപ്പൊ ഇത് കണക്ട് ചെയ്തതിന്റെ ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്ന് പഠിച്ചു പോവാം. അതായത് IMFL എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. അഥവാ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL കൈവശം വെക്കാനുള്ള അളവ് എത്രയാണ്? 3 ലിറ്റർ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ആവുമ്പോൾ 3 ലിറ്ററും അതുപോലെ തന്നെ കള്ള് 1.5 ലിറ്റർ 1.5 ലിറ്ററുമാണ് കള്ള് കൈവെക്കാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ബിയർ ആൻഡ് വൈൻ, ബിയറും വൈനും 3.5 ലിറ്റർ വരെ കൈവശം വെക്കാം. ബിയറും വൈനും 3.5 ലിറ്റർ വരെ കൈവശം വെക്കാം. അതുപോലെ തന്നെ കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ വരെ കൈവശം വെക്കാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട കോട്ട്പ ആക്ടിലെ വകുപ്പ് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട കോട്ട്പ ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്ഷൻ 5 ആണ്. അപ്പൊ പഠിച്ചു വെക്കുക. സെക്ഷൻ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട കോട്ട്പ ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ് കേട്ടോ. സെക്ഷൻ 5 ആണ്. ബാക്കി സെക്ഷനിലൂടെ നമ്മൾ പറഞ്ഞു പോവാം. സെക്ഷൻ 4 എന്താണ്? നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 4 എന്ന് പറയുന്നത് പൊതുസ്ഥലത്തെ പുകവലി നിരോധനത്തെ പറ്റിയാണ്. പൊതുസ്ഥലത്തെ പുകവലി നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന കോട്ട്പ ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 4. അതുപോലെ തന്നെ സെക്ഷൻ 6 എന്താണ്? സെക്ഷൻ 6 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിനുള്ള നിരോധനമാണ് സെക്ഷൻ 6 പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 6B പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപത്ത് എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനമാണ് സെക്ഷൻ 6B പറയുന്നത്. സെക്ഷൻ 6B. അപ്പൊ എത്രയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എത്രയാണ് അതിന്റെ ആ ചുറ്റളവ്? 100 മീറ്റർ ചുറ്റളവിന് ഉള്ളിൽ എന്താണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇടയിൽ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആണ്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഏതാണ്? അപ്പൊ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് അഥവാ പുകയില വിമുക്ത ഗ്രാമം ഏതാണെന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി കുളമാടാണ് കേട്ടോ. പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് കുളമാടാണ് കേട്ടോ. അപ്പൊ അതേ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറാണ്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്താണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാൻ, കണക്ട് ചെയ്ത് പഠിച്ചോണം. ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് തന്നെ പറയണം. ആദ്യം മുതൽ പറയാൻ ഞാൻ കേട്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഓർ ഗ്രാമം ഏതാണ്? കുളമാട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച്. നമുക്കറിയാം ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ SI, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഡിഗ്രി ലെവൽ, 10th ലെവൽ, +2 ലെവൽ, നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. അതായത് 1 hour ലൈവ് സെക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hour ലൈവ് സെക്ഷൻ. ഈ ഒരു ക്ലാസ് ലൈവിന് കയറാൻ സാധിക്കാത്ത കൂട്ടുകാർക്ക് നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ എല്ലാം PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 6 മാസമാണ് കാലാവധി വരുന്നത്. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം അഡ്മിഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി.
അപ്പൊ ഏതാണ് നമ്പർ ഏതാണ്? 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പൊ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ നിന്ന് ഞാൻ പക്കയാക്കി തരാം നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം. അപ്പൊ ഇനി നിരവധി പരീക്ഷകളാണ് വരുന്നത്. അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്ക് നമുക്ക് പക്കയാക്കാം. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം 20ഉം 10ഉം മാർക്കൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സ് ഞാൻ നമ്മൾ പക്കയാക്കി തരാം. അപ്പം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരും മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ ഒരു നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സൈബർ ടാമ്പറിങ് നമ്മൾ അറിയാം. സൈബർ ടാമ്പറിംഗ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് IT ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വകുപ്പാണ്. ഏതാണ്? സെക്ഷൻ 65 അഥവാ വകുപ്പ് 65 കേട്ടോ. അപ്പം വകുപ്പ് 65 സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 65 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൈബർ ടാമ്പറിംഗ് സെക്ഷൻ 65. അപ്പൊ സൈബർ ടാമ്പറിങ്ങിനുള്ള ശിക്ഷ എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് ശിക്ഷ? സൈബർ ടാമ്പറിങ്ങിനുള്ള 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ടാമ്പറിങ്ങിനുള്ള ശിക്ഷയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സൈബർ ടാമ്പറിംഗ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയോ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വകുപ്പാണ് സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. അതായത് പോലീസിന് ഒരു വാറന്റും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനുള്ള കുറ്റകൃത്യം കൂടിയാണ് സൈബർ ടാമ്പറിംഗ്. ഈ കുറ്റപ്രകാരം ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴയും അതും അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 65 എന്താണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ ഏതാണ്? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ആ സെക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ പെട്ടെന്ന് കണക്ട് ആക്കി പോകാമല്ലോ. അപ്പൊ നമ്മൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം അതായത് IT ആക്ട് പ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ ഏതാണ്? ഇവിടെ നമുക്കറിയാം ഇത് ചൈൽഡ് പോണോഗ്രഫിയാണ് ഈ ഒരു വകുപ്പ് വരുന്നത്. അതായത് IT ആക്ട് സെക്ഷൻ 67B ആണ്. ചൈൽഡ് പോണോഗ്രഫി ആണ് ഇവിടെ ഈ ഒരു കുറ്റകൃത്യം വരുന്നത്. അപ്പൊ സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി പ്രകാരം കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കേട്ടോ. അപ്പൊ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എന്താണ് സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം. സെക്ഷൻ 67B എന്താണ്? ചൈൽഡ് പോണോഗ്രഫി. അതായത് എന്താണ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് മറ്റ് സോഷ്യൽ മീഡിയകളോ വഴി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണുന്നതും പ്രദർശിപ്പിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67B പ്രകാരം പറയുന്നത്. ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു കുറ്റം ആവർത്തിച്ച അല്ലെങ്കിൽ രണ്ടാമത് അല്ലെങ്കിൽ തുടർന്നുള്ള ഈ ഒരു കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയോ നൽകണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെയാവും. 7 വർഷവും 10 ലക്ഷമാണ് വരുന്നത് കേട്ടോ, കുറ്റം ആവർത്തിച്ച. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കൊക്ക ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സെമി സിന്തറ്റിക് മരുന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കൊക്കൈൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ കൊക്കൈൻ ആണ്. അപ്പൊ പേര് കേൾക്കുമ്പോഴേ അറിയാലോ എന്താണ് കൊക്ക ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെമി സിന്തറ്റിക് മരുന്ന് ഏതാണ്? സെമി സിന്തറ്റിക് മരുന്ന് ഏതാണ്? കൊക്കൈൻ ആണ്. അപ്പൊ നമ്മൾ NDPS ആക്ടിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. NDPS ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അതിനകത്ത് സിന്തറ്റിക് ആൻഡ് സെമി സിന്തറ്റിക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് 2 തരം ഡ്രഗ്സ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഡ്രഗ്സ് 3 തരം ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ടല്ലോ. അതിനകത്ത് ഏതാണ്? ഒന്നെന്ന് പറഞ്ഞത് ഏതാണ്? നാച്ചുറൽ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ഡ്രഗ്സ്. ഞാനൊന്ന് ജസ്റ്റ് പറയാൻ നിങ്ങൾ കേട്ടിരിക്കുക. അപ്പം നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന സ്രോതസ്സുകൾ, അതായത് സസ്യങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന ഡ്രഗ്സ് ആണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണമാണ് ഓപ്പിയം,
ഓപ്പിയം പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം എടുക്കുന്നത്, ഓപ്പിയം. അതുപോലെ തന്നെ ഗഞ്ച ഏതാണ്? കഞ്ചാവ് ചെടിയിൽ നിന്നാണ് ഗഞ്ച എടുക്കുന്നത്. ഡിഗോസൈൻ. അതുപോലെ തന്നെ കൊക്കച്ചെടിയിൽ നിന്നാണ് എടുക്കുന്നത്. അടുത്തത് നമ്മൾ രണ്ടാമത്തെയാണ് സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത മരുന്നുകളാണ് സിന്തറ്റിക് ഡ്രഗ്സിൽ പെടുന്നത്. മനുഷ്യനിർമ്മിത മരുന്നുകളെയാണ് സിന്തറ്റിക്കിൽ ഉൾപ്പെടുന്നത്. അതായത് രാസപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം അംഫെറ്റാമൈൻസ്, മെതാക്കുലൈന്, എക്സ്റ്റേസി, ഡയസ്പെം എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് ഡ്രഗ്സ് ആയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? കൊക്കച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ചോദിച്ചത്. അപ്പൊ സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്നവയാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പൊ സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്നവയാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നാച്ചുറൽ ഡ്രഗ്സിന്റെയും സിന്തറ്റിക് ഡ്രഗ്സിന്റെയും ഒരു സമ്മിശ്രമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്. നമ്മൾ പഠിച്ചാണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതുപോലെ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിലൂടെ മാത്രം ഉണ്ടാക്കുന്നതാണ് സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പൊ ഇതിന്റെ ഈ ഒരു നാച്ചുറൽ ഡ്രഗ്സിന്റെയും സിന്തറ്റിക് ഡ്രഗ്സിന്റെയും ഒരു സമ്മിശ്രമാണ് എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ കൊക്കൈന്, അതുപോലെ തന്നെ ഹെറോയിനും കൊക്കൈനുമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാം സെമി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൊക്കൈനും ഹെറോയിനുമാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കഞ്ചാവിന് നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണെന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 2(3)B ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കുക. കഞ്ചാവിന് നിർവചനം നൽകുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 2(3)B ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലഹരി വിരുദ്ധ ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി ഏതാണ്? അപ്പൊ പഠിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ലഹരി വിരുദ്ധ ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി ഏതാണ്? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോധപൂർണിമയാണ് കേട്ടോ. ബോധപൂർണിമയാണ്. നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പൊ ഡിഗ്രിക്ക് മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്യാമ്പയിൻ ആണ്. അപ്പൊ അവർക്കൊക്കെ എന്താണ് ഒരു ബോധം വന്നിട്ടില്ലേ? അതായത് നമുക്കറിയാലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബോധമില്ലെന്ന് പറയാം. അപ്പോൾ കോളേജ് ഡിഗ്രി UG PG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ബോധവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പൊ അവരുടെ ആ ബോധം എന്താണ് കുറച്ചുകൂടെ പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് ബോധ പൂർണിമ എന്ന പദ്ധതി. അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ലഹരി വിരുദ്ധ ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി ഏതാണ്? ബോധ പൂർണിമ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് കുറച്ച് ബോധമുണ്ട്, അത് പൂർണ്ണത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ബോധ പൂർണിമ ക്യാമ്പയിൻ പദ്ധതി. മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആ പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ആണ്. നേർവഴിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി നേർവഴിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. വിദ്യാർത്ഥികളെ നേർവഴി നടത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓപ്ഷൻ സി നേർവഴി പദ്ധതി കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്തോണേ. ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ബോധപൂർണിമ. ഇത് എക്സൈസ് വകുപ്പ് സ്കൂളിൽ നടത്തുന്ന പദ്ധതിയാണ് നേർവഴി പദ്ധതി കേട്ടോ. അടുത്ത ചോദ്യം. ലോക ലഹരി വിരുദ്ധ ദിനം, അതായത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ജൂൺ 26 ആണ്. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26 ആണ്. അടുത്ത ചോദ്യം. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2014 ആണ് കേട്ടോ. അപ്പൊ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി 2014 ആണ്. 2014 ആണ്. ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യം, സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ ഇപ്പൊ ഈ ഒരു ചോദ്യം. അപ്പൊ എന്താണ്? സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് കേട്ടോ, ഗുജറാത്ത് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പോലീസിൽ അബ്കാരി ഓഫീസർമാരിൽ ഉൾപ്പെടുന്നത് ആരാണ്? അപ്പൊ നമുക്കറിയാം എക്സൈസ് പോലെ തന്നെ പോലീസിലും എക്സൈസിന്റെ ഒരു വിങ് ഉണ്ട്. അതായത് ഈ ഒരു ഇതൊക്കെ പിടിക്കാൻ, മദ്യവും അങ്ങനെയുള്ള അനധികൃതമായിട്ടുള്ള വസ്തുക്കളൊക്കെ പിടിക്കാൻ വേണ്ടി പോലീസിൽ ഒരു എക്സൈസിന്റെ ഒരു വിങ് ഉണ്ട്, ഒരു ചെറിയ പോസ്റ്റ് ഉണ്ട്. അതാണ് പോലീസിലെ അബ്കാരി ഓഫീസർമാർ. അപ്പൊ പോലീസിൽ അബ്കാരി ഓഫീസർമാരിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഇപ്പൊ പോലീസിലുള്ള അബ്കാരി ഓഫീസർമാർ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ക്രൈം കണ്ടെത്തുമല്ലോ, അതായത് ഇപ്പോൾ എക്സൈസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു ക്രൈം കണ്ടെത്തുവാണെങ്കിൽ അവിടെ റെയ്ഡ് ചെയ്യാനൊക്കെ പോലീസിൽ എന്താണ് അധികാരമുണ്ട്. അപ്പൊ പോലീസിന് അധികാരം ഉള്ള ചില ഉദ്യോഗസ്ഥരാണ്. അത് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ പോലീസിൽ അബ്കാരി ഓഫീസർമാരിൽ ഉൾപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയണം. ഓപ്ഷൻ ഡി, സബ് ഇൻസ്പെക്ടർ മുതൽ മുകളിലുള്ളവർക്കാണ്. അപ്പൊ SI മുതൽ, സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അറിയാലോ SI മുതൽ, അപ്പൊ സബ് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ളവരാണ് എന്താണ് പോലീസിൽ അബ്കാരി ഓഫീസർമാരായി ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും മോഡൽ ക്വസ്റ്റ്യൻസ് ഇനിയും മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഒന്ന് മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന വളരെ ഒരു ഹെൽപ്പ് ആയിരിക്കും ഹൈപ്പ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ റെക്കമെൻഡേഷൻ പോകും, നമുക്ക് റീച്ചും കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു സപ്പോർട്ട് കൂടിയായിരിക്കും ഹൈപ്പ് ചെയ്യുക. മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രീവിയസ് PYQ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ ഇട്ടിരുന്നു. അതിലൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ആ ക്ലാസ്സോടൊന്ന് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾ അത്യാവശ്യം സ്പെഷ്യൽ ടോപ്പിക്സിന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ PYQ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. എന്നിരുന്നാലേ പരീക്ഷയ്ക്ക് 20 ഒരു 18 മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിനായിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും